ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിത്തണ്ട് തോരനാണ്. അതിന് വേണ്ടിയിട്ട് ഉള്ളിത്തണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി തന്നെ ഇടാൻ മാക്സിമം ശ്രദ്ധിക്കണം, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്കൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ വാടി കിട്ടും. ഈ ടൈമിൽ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ആസ് യൂഷ്വൽ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇവിടെ ഏകദേശം ഉള്ളിത്തണ്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉള്ളിത്തണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 2-3 മിനിറ്റുകൾക്കുള്ളിൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.